മാത്യു ആർണൾഡ് എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിനെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രൈസ് ചെയ്തുകൊണ്ട്, PRAISE പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പോയമാണ് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. വില്യം ഷേക്സ്പിയറിനെ കേൾക്കാത്തവരും അറിയാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല. ഹീസ് ദ ഗ്രേറ്റസ്റ്റ് ലിറ്റററി ടൈറ്റൻ. അതുപോലെ തന്നെ ഹീസ് നോൺ ആസ് ബാർഡ് ഓഫ് ഏവൺ, നാഷണൽ പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, ലോകം കണ്ട സാഹിത്യകാരന്മാരിൽ ഏറ്റവും സുപ്രധാനിയായിട്ടുള്ള ഒരാളാണ് വില്യം ഷേക്സ്പിയർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ ഡ്രാമാസ് കുറേ വായിച്ചിട്ടുണ്ടാകും. മാക്ബത്ത്, കിങ് ലിയർ, അതുപോലെ തന്നെ ഹാംലെറ്റ്, ഇങ്ങനെ ഒരുപാട് ട്രാജഡീസിന് ഒരുപാട് ട്രാജഡീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോണറ്റുകളുടെ പിതാവാണ് അദ്ദേഹം. 154 സോണറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 154 സോണറ്റുകൾ. സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 ലൈനുള്ള പോയംസ്. ഓക്കെ, 14 ലൈൻ പോയംസ്. അപ്പോൾ അങ്ങനെ 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 37 or 36 പ്ലേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ മാത്യു ആർണൾഡ് പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു മെറ്റഫർ, ഒരു ഇമേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ വില്യം ഷേക്സ്പിയർ ഒരു ഹയസ്റ്റ് മൗണ്ടൻ പോലെയാണ്, ഒരു വലിയൊരു പർവ്വതം പോലെയാണ്. ആ മൗണ്ടന് ഒരു മിസ്റ്റീരിയസ് മൗണ്ടൻ ആണ്. നമുക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അത്രത്തോളമുണ്ട് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ആ മൗണ്ടൻ്റെ ബേസ് പാർട്ട് വാട്ടറിൽ സബ്മേർജ്ഡ് ആണ്. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സീയിൽ സബ്മേർജ്ഡ് ആണ്, അതായത് വാട്ടറിൽ മുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് ഒരിക്കലും അത് കാണാൻ കഴിയില്ല. അതെവിടെയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ റിയൽ ലിറ്റററി മെറിറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ലോകം കണ്ട ഏറ്റവും നല്ല സാഹിത്യകാരന്മാരിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് അദ്ദേഹത്തിനാണ്. മാത്യു ആർണൾഡ് പറയുന്നത് വില്യം ഷേക്സ്പിയർ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ എന്ന്. സോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹീസ് ലൈക്ക് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ സ്കൈ, ഓക്കെ, ഹൂസ് ബ്യൂട്ടിഫുൾ സമ്മിറ്റ്സ് SUMMITS. സമ്മിറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ക്യാൻ ഓൺലി ബി സീൻ ബൈ ദ സ്റ്റാർസ്. നക്ഷത്രങ്ങൾക്ക് മാത്രമേ, ആകാശത്തിൽ മാത്രമേ അത് വിസിബിൾ ആവുള്ളൂ. ഏർത്ത്ലി ബീയിങ്സിന് ഭൂമിയിലുള്ളവർക്ക് അത് മനസ്സിലാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പോലും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്റററി മെറിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ള പോയറ്റുകളൊക്കെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ റൈറ്റിങ്സിലൂടെ അവരെന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ലിറ്റററി മെറിറ്റ് അളന്നു നോക്കാൻ കഴിയും. പക്ഷേ വില്യം ഷേക്സ്പിയർ എന്താണ് എന്നുള്ളത് അളന്നു നോക്കുക അദ്ദേഹത്തെ മെഷർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നോളജ് നമുക്ക് അളക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. വി കാണ്ട് ഫെയ്തം ദ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് വില്യം ഷേക്സ്പിയേഴ്സ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയെ വാനോളം പുകഴ്ത്തുകയാണ് മാത്യു ആർണൾഡ്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ, അതിൻ്റെ ഒരു മൈന്യൂട്ട് പാർട്ട് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൂ. അതാണ് നമ്മൾ വായിക്കുന്ന പ്ലേസൊക്കെ. ഓക്കെ, അതിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു വില്യം ഷേക്സ്പിയറിൻ്റെ മിഷനും വിഷനും ഒരു ഹോമേജ്, ഒരു കൃതജ്ഞത അദ്ദേഹം കൊടുക്കുകയാണ്. ഒരു ആട്രിബ്യൂട്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നോളമാണ്, ഒരു നന്ദി സൂചകം. ഈ ലോകത്തിന് ഇത്രയും ലിറ്ററേച്ചർ സംഭാവന ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് നല്ലൊരു റെസ്പെക്റ്റാണ് അദ്ദേഹം കൊടുക്കുന്നത്, മാത്യു ആർണൾഡ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. സ്കൂളിൽ മര്യാദയ്ക്ക് മൊത്തമായിട്ട് പോയില്ല എങ്കിലും
ഈവൻ ദോ he had no formal education, he learned from experience എന്നാണ് പറഞ്ഞത്. സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ അദ്ദേഹം എക്സ്പീരിയൻസുകളിലൂടെയാണ് അദ്ദേഹം വായിച്ചെടുത്തതും അതിലൂടെ അദ്ദേഹം എഴുത്തിലോട്ട് വന്നതും എന്ന് അദ്ദേഹം പറയുന്നു, മാത്യു ആർണോൾഡ്. അദ്ദേഹം ഒരു ഗ്രേറ്റ് ട്രജേഡിയൻ ആണെന്ന് അദ്ദേഹം പറയുന്നു. TRAGEDIAN, ട്രജേഡിയൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ്, ഹാംലെറ്റ് ആണെങ്കിലും മാക്ബത്ത് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്. സോ അദ്ദേഹം ഒരു നല്ല സ്റ്റോറീസ്, അദ്ദേഹം സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി, അതുപോലെ തന്നെ നല്ല കൺക്ലൂഷൻ, നല്ല മിഡിലും നല്ല ബിഗിനിങ് ഒക്കെ ഉള്ള നല്ല സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ട്രാജഡീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ട്രാജഡി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ ഒരു സാഡ് എൻഡിങ്ങോട് കൂടി അവസാനിക്കുക, ഓഡിയൻസിൽ പിറ്റി ആൻഡ് ഫിയർ, അതുപോലെ തന്നെ അവർക്ക് കണ്ണുനീര് വരിക, ടീയേഴ്സ് വരിക ആ ഒരു പ്ലേ വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പ്ലേ വായിക്കുമ്പോൾ. സോ ഇത്തരത്തിലുള്ള ഒരു ഗ്രേറ്റ് ട്രജേഡിയൻ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. കാരണം ഹ്യൂമൺ ഇമോഷൻ്റെ എല്ലാ തലങ്ങളും അദ്ദേഹം ടച്ച് ചെയ്യാറുണ്ട് തൻ്റെ എഴുത്തിൽ എന്ന് മാത്യു ആർണോൾഡ് ഊന്നി പറയുന്നു. He expresses all phases of human pain in his writings, and he's a victorious bro. Victorian bro അല്ല, victorious bro, BROW. ബ്രോ എന്ന് പറഞ്ഞാൽ നെറ്റി എന്നാണ്. മീൻസ് ഹീസ് എ സക്സസ്ഫുൾ പേഴ്സൺ ടു ഡെപിക്റ്റ് ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ഹ്യൂമൻ്റെ പെയിൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ലവ്, ഇതൊക്കെ ഡെപിക്റ്റ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുകൾ അദ്ദേഹം കണ്ടെത്തി എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും അദ്ദേഹം പറയുന്നു. ഹി ഇവാലുവേറ്റഡ് ഹിസ് ഓൺ വർക്ക് ആൻഡ് ഹി വാസ് സോ മച്ച് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് ലോങ് ടേം അച്ചീവ്മെൻറ്റ്. അദ്ദേഹം നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് റിസീവ് ചെയ്യപ്പെടാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കലും എഴുത്ത് നിർത്തിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെറിറ്റിൽ അദ്ദേഹം അഗാധ കോൺഫിഡൻറ്റ് കാണിച്ച ഒരാളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ്, അദ്ദേഹത്തിൻ്റെ സമകാലികർക്ക് ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എഴുതാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയോ, പൂർണ്ണമായിട്ടുള്ളൊരു ബയോഗ്രഫിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്ററി മെറിറ്റോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ നമുക്കറിയാം AC ബ്രാഡ്ലി പോലെയുള്ള ആളുകൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ട്രാജഡീസ് ഒരുപാട് നിരൂപർ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് വരയ്ക്കുക, മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പോർട്രേ ചെയ്യുന്ന എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പല ആളുകൾക്കും, പല റൈറ്റേഴ്സിനും സോ ആ പീരീഡിൽ ജീവിച്ച അല്ലെങ്കിൽ അതിൻ്റെ മുന്നേയുള്ള ജീവിച്ച ആളുകൾക്കൊക്കെ ബയോഗ്രഫേഴ്സ് ഉണ്ടായിരുന്നു. മീൻസ് ഇപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ ബയോഗ്രഫി എഴുതാം, അല്ലെങ്കിൽ വേറൊരാൾ മരിച്ചാൽ അയാൾ ബയോഗ്രഫി എഴുതുന്ന ആൾ, പൂർണ്ണമായിട്ടുള്ള ലൈഫ് എഴുതുന്ന ആൾ. സോ അത്തരത്തിലുള്ള ഒരു ബയോഗ്രഫർ സാക്ഷ്യപ്പെടുത്താൻ വില്യം ഷേക്സ്പിയറിനില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് പൂർണ്ണമായിട്ട് ഡിപിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ബയോഗ്രഫേഴ്സ് ഉള്ള ആളുകളെ അദ്ദേഹം പറയുന്നത് ഒന്ന് ഡോക്ടർ ജോൺസൺ ആണ്. ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ബോസ്വെൽ എന്ന് പറയുന്ന ഒരു ബയോഗ്രഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ ബ്രോണ്ടെ എന്ന് പറയുന്ന വ്യക്തിക്ക് മിസ്സിസ് ഗാസ്കൽ ഒരു ബയോഗ്രഫർ ആയിരുന്നു. അതുപോലെ ഒരു ബയോഗ്രഫർ സാക്ഷ്യപ്പെടുത്താൻ നമ്മുടെ വില്യം ഷേക്സ്പിയറിനില്ല എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ലിറ്ററി മെറിറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയൂല. വി കാൺ മെഷർ ഹിസ് ലിറ്ററി മെറിറ്റ്, ഇറ്റ് ഈസ് ബിയോണ്ട് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, സെൽഫ് ടോട്ട് ആയിരുന്നു. അതുപോലെ തന്നെ ഹി വാസ് വെരി മച്ച് സെൻസിറ്റീവ് ടു നേച്ചേഴ്സ് ട്രാജഡീസ് ആൻഡ് പെയിൻസ് ആൻഡ് his power of genius was beyond words. നമുക്ക് വില്യം ഷേക്സ്പിയർ പ്ലേസ് മാത്രമല്ല, അദ്ദേഹം പോയംസും എഴുതിയിട്ടുണ്ട്. പോയംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയമാണ് നമ്മുടെ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചുരുക്കം ജസ്റ്റ് പറയാം. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കാൻ നമ്മൾ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും 7 സ്റ്റേജുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഈ ലോകത്ത് വരുന്ന ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. അവർ പലപ്പോഴും റോൾ പ്ലേ കളിക്കുന്നു. മീൻസ് ഒരിക്കലും നമ്മൾ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ബസ് കയറിയാണ് നമ്മൾ യാത്രക്കാർ, അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോയാൽ അവിടെ ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്,
ഓക്കെ. അതുപോലെ നമ്മൾ ഇവിടെ കടകളിൽ പോയാൽ നമ്മൾ കസ്റ്റമേഴ്സ്, അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റി മാറി മാറി പോകുന്നു. വീട്ടിൽ പോയാൽ നമ്മൾ ഫാദർ, മദർ, അല്ലെങ്കിൽ ബ്രദർ, ഒക്കെ ഓരോ ആളുകൾക്കും ഐഡൻറ്റിറ്റി മാറി മാറി വരുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ട്. അത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് വിട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഈ പോയത്തിൽ പറഞ്ഞ കാര്യമില്ല, വില്യം ഷേക്സ്പിയറിൻ്റെ എഴുത്തുക മാത്രമാണ് ഈ ഒരു പോയത്തിലുള്ളത്. വില്യം ഷേക്സ്പിയറിൻ്റെ ലിറ്ററി മെറിറ്റ് പറയുന്ന ഒരു പോയമാണ് ഓൾ ദ വേൾഡ് ഇസ് സ്റ്റേജ് എന്നുള്ളത്. സാന്ദർഭികമായിട്ട് പറഞ്ഞു. സോ അതിൽ 7 സ്റ്റേജസ് ഓഫ് ലൈഫാണ്. ഏതൊരു മനുഷ്യനും 7 സ്റ്റേജുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബേബി സ്റ്റേജ്, അതായത് നമ്മൾ മീൻസ് നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള, നമുക്ക് പരസഹായം ആവശ്യമുള്ള ഒരു സ്റ്റേജാണ് ബേബി സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ബേബി സ്റ്റേജിന് തുല്യമാണ് 7th സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് ഓൾഡ് ഏജ് സ്റ്റേജ്. ഓക്കെ, ഓൾഡ് ഏജ് സ്റ്റേജിൽ നമ്മൾ ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ സൗണ്ട് കുറയും. ബേബി സ്റ്റേജിലും സൗണ്ട് പറ്റ ലോ ആയിക്കാരം. അതുപോലെ തന്നെ ഈ ഓൾഡ് ഏജ് സ്റ്റേജിലും അതുപോലെ തന്നെ നമുക്ക് നേരാവണ്ണം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടീത്ത്, ഇതിൻ്റെയൊക്കെ ഒരു സാന്നിധ്യങ്ങൾ. സോ അതുപോലെ തന്നെ വോയിസിലുള്ള ക്രാക്കുകൾ, ഓക്കെ, കൂക്കുന്ന ഒരു സൗണ്ടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബേബി സ്റ്റേജ് അദ്ദേഹം പറയുന്നു. സ്കൂൾ ബോയ് സ്റ്റേജ്. സ്കൂൾ ബോയ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന, ആദ്യം നമ്മൾ ആവേശത്തിൽ സ്കൂളിലേക്ക് പോവുകയും എന്നാൽ ആ ഒരു ആവേശം സ്കൂളിൻ്റെ ഗേറ്റ് വരെയുള്ളൂ. അവിടുന്ന് പിന്നീട് നമ്മുടെ മാതാപിതാക്കളെ തേടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുന്ന ഒരു സന്ദർഭം. ഫസ്റ്റ് ഹാപ്പി, ദെൻ സാഡ്, ദെൻ തേർഡ് സ്റ്റേജ് അദ്ദേഹം പറയുന്നത് ലവർ സ്റ്റേജാണ്. ഒരു സാഡ് സ്റ്റേജ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അഡൾട്ട് സ്റ്റേജ്. ഓക്കെ, ഈ സൈൻ ലൈക്ക് എ ഫർണൈസ് എന്ന് പറയുന്നു. ഹീസ് ക്രൈം വെരി വീക്ക്ലി ഡ്യൂ ടു കൊളാപ്സ് ഓഫ് ലവ് അഫെയർ. അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോൾജർ സ്റ്റേജാണ്. യുവത്വമുള്ള യൂത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. സോൾജർ സ്റ്റേജിൻ്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നത് നല്ല പുള്ളിമാനെ പോലെ ശൗര്യവും ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്റ്റേജായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് റെക്കഗ്നീഷൻ കൂടുതൽ കിട്ടാൻ, അംഗീകാരം കിട്ടാനുള്ള ഒരു സ്റ്റേജായിട്ട് ഇത് കണക്കാക്കുന്നു. പിന്നെ ഉള്ള സ്റ്റേജാണ് 5th സ്റ്റേജ്, ലോയർ സ്റ്റേജ് എന്നുള്ളത്. ലോയർ സ്റ്റേജ് മീൻസ് നമ്മളെല്ലാം വിധിക്കുന്ന, അല്ലെങ്കിൽ മിഡിൽ ഏജ് ആണ്. നമ്മളൊരു ലോയറിനെ പോലെ ഒരുപാട് അഡ്വൈസുകൾ കൊടുക്കുന്ന, അതുപോലെ തന്നെ മോഡേൺ ഇൻസിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത നമ്മളെ ബെല്ലി മീൻസ് ബെല്ലി വിൽ ബി ബൾജ്ഡ്, എക്സെട്ര എക്സെട്ര. സോ ഓൾഡ് ഏജ് സ്റ്റേജ് അദ്ദേഹം പിന്നീട് പറയുന്നു. ഓൾഡ് ഏജ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മസിൽസൊക്കെ ലൂസായി, നമ്മുടെ ഈ അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ ലൂസായി, മീൻസ് നമ്മുടെ ഈ മസിൽസൊക്കെ നഷ്ടപ്പെട്ടു, അത് ലൂസാവുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ എക്സ്ട്രീം ഓൾഡ് ഏജ് എന്ന് പറയുന്നത് നമ്മൾ മരണാസന്നമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 7 സ്റ്റേജസ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. വില്യം ഷേക്സ്പിയറിനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹത്തിൻ്റെ ലിറ്ററി മെറിറ്റ് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ ഈ ഒരു പോയത്തിൽ വരുന്നത് മാത്യു ആർണൾഡ് എന്ന് പറയുന്ന വ്യക്തി വില്യം ഷേക്സ്പിയറിനെ വാനോളം പുകഴ്ത്താണ്. ഓക്കെ, ആ ഒരു മൗണ്ടൈൻ്റെ ഇമേജ് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ മൗണ്ടൈൻ്റെ ബേസ് പാർട്ട് എന്നുള്ളത് സീൽ സബ്മർജിനാണ്. അതുകൊണ്ട് ആർക്കും അദ്ദേഹത്തിൻ്റെ ലിറ്ററി മെറിറ്റ് പൂർണ്ണമായിട്ടും അളന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്ററി ജീനിയസ് എന്ന് പറയുന്നത് ബിയോണ്ട് വേർഡ്സ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് വില്യം ഷേക്സ്പിയർ ദ പോയം.